അപ്പോൾ തിരുവനന്തപുരത്ത് ആരെങ്കിലുമൊക്കെ ബൈക്ക് ടാക്സി ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ഏറ്റവും ലാഭം നമുക്ക് ഏതാണെന്ന് നോക്കാം. നമുക്ക് യൂബറിലാണെങ്കിൽ നമുക്ക് ഇൻസെൻറ്റീവ് കാര്യങ്ങളൊന്നുമില്ല. ഇൻസെൻറ്റീവ് ഉണ്ട്. 8 മണി തൊട്ട് നമുക്ക് 11 മണി വരെ ടൈമുണ്ട്. അതിനകത്ത് 16 ട്രിപ്പ് എടുത്താൽ മാത്രമേ നമുക്ക് 300 രൂപ ഇൻസെൻറ്റീവ് കിട്ടുള്ളൂ. ഇല്ലെങ്കിൽ അതിന് താഴെയുള്ള ഇൻസെൻറ്റീവ് കിട്ടും 100, 150. അതിനകത്തുള്ള ഇൻസെൻറ്റീവ് കിട്ടും. നമുക്ക് ഒരിക്കലും 16 ട്രിപ്പൊന്നും അവന്മാർ തരത്തില്ല. ഉള്ള ലോങ് ആയിരിക്കും അടിച്ച് തന്നത്. നമ്മൾ ചെറിയ ഓർഡർ വെയിറ്റ് ചെയ്താലും അവന്മാർ അടുത്തുള്ള ഓർഡറുകളും കാര്യങ്ങളൊന്നും അവന്മാർ തരത്തില്ല. അപ്പോൾ ഇതാണ് യൂബറിൻ്റെ കണ്ടീഷൻ. ഇതിൽ ഇൻസെൻറ്റീവും കാര്യങ്ങളും അങ്ങനെ അതിൽ ഒരു ടൈമാണ് വെച്ചേക്കുന്നത്. അതായത് 8 മണി തൊട്ട് 11 മണി, അടുത്ത് 12 മണി തൊട്ട് 4 മണി. അതിൽ നമുക്ക് 100 രൂപ ഇൻസെൻറ്റീവ് ഉള്ളൂ. ഈ 12 മണി തൊട്ട് 4 മണി വരെ ലോഗിങ് ആയിരിക്കണം. അതിൽ നമുക്ക് 100 രൂപ ഇൻസെൻറ്റീവ് കിട്ടുള്ളൂ. അപ്പോൾ ഞാൻ ഇത് ഓടിയിൽ എനിക്ക് ഏറ്റവും ലാഭമായിട്ട് തോന്നിയത് റാപ്പിഡോ എന്നുള്ള കമ്പനിയാണ് കുറച്ചും കൂടി ലാഭം ബെറ്റർ ആയിട്ട്. അപ്പോൾ നമുക്ക് റാപ്പിഡോയുടെ ഇൻസെൻറ്റീവും കാര്യങ്ങളൊക്കെ നോക്കി നോക്കാം. റാപ്പിഡോ ഇൻസെൻറ്റീവ് ആകുമ്പോൾ നമുക്ക് വീക്ക്ലി ഇൻസെൻറ്റീവ് ഒന്നും ഇത് അപ്ഡേറ്റ് ആയിട്ടില്ല. ഉടനെ വീക്ക്ലി ഇൻസെൻറ്റീവ് കാര്യങ്ങളൊക്കെ വരുന്നതാണ്. അപ്പോൾ നമുക്ക് ഇതിൽ 13 ട്രിപ്പ് എടുത്ത് നമുക്ക് 205 രൂപ ഇൻസെൻറ്റീവ് ഏൺ ചെയ്യാൻ പറ്റും റാപ്പിഡോയിൽ. അതായത് നമ്മൾ ഫസ്റ്റ് 2 ട്രിപ്പ് എടുത്താൽ 20, പിന്നെ നമ്മളത് 3 ട്രിപ്പ് എടുത്താൽ 30, പിന്നെ വീണ്ടും 2 ട്രിപ്പ് എടുത്താൽ 30, അങ്ങനെയാണ് കിട്ടുന്നത്. വീണ്ടും നമ്മൾ 3 ട്രിപ്പ് എടുത്ത് കഴിഞ്ഞാൽ 50, പിന്നെ വീണ്ടും ഒരു 3 ട്രിപ്പ് എടുത്താൽ 75. അങ്ങനെ നമ്മൾ 13 ട്രിപ്പ് നമ്മൾ കംപ്ലീറ്റ് ചെയ്യുമ്പോൾ 205 രൂപ ഇൻസെൻറ്റീവ് ഏൺ ചെയ്യാൻ വേണ്ടി റാപ്പിഡോയിൽ പറ്റും. വീക്ക്ലി കാര്യങ്ങളൊന്നും വന്നിട്ടില്ല. ഉടനെ വീക്ക്ലി ഇൻസെൻറ്റീവ് കാര്യങ്ങളൊക്കെ അപ്ഡേറ്റ് ആവുന്നതാണ്. ബാംഗ്ലൂരിലൊക്കെ വീക്ക്ലി ഇൻസെൻറ്റീവ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ കുറച്ചും കൂടെ ബെറ്റർ റാപ്പിഡോയാണ്. അപ്പോൾ ഓടാൻ താല്പര്യമാണ് നിങ്ങൾ റാപ്പിഡോയിൽ ഓടുക.